നമസ്കാരത്തിലൂടെ സമ്പാദ്യം വർദ്ധിക്കുന്നു. ഒരു ഹദീസ് ഞാൻ പറയാം. താരിഖ് ജമീൽ വെറും വായി ചലിപ്പിക്കുകയാണ്. ഇത് എൻ്റെ നബിയുടെ വാക്കുകളാണ്. ഒരു സഹാബി വരുന്നു, യാ റസൂലുള്ളാഹ്, എൻ്റെ ഉപജീവനം കൂടുതൽ ആകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണല്ലോ, പറയൂ. ഞാനും ആഗ്രഹിക്കുന്നു, എൻ്റെ മനസ്സും ആഗ്രഹിക്കുന്നു, എൻ്റെ ഭൂമി കൂടുതൽ വിളവുണ്ടാകണം എന്ന്. നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നു. യാ റസൂലുള്ളാഹ്, എൻ്റെ സമ്പാദ്യം വർദ്ധിക്കണം, ദയവായി എനിക്ക് എന്തെങ്കിലും ഉപദേശം പറയൂ. ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഉപദേശം പറയുന്നവരുണ്ട് അല്ലേ? ഇവർക്ക് അടിയൊരിക്കാൻ തന്നെ യോഗ്യരാണ്. അടിയൊരിക്കണം. ഇവ നിർഭാഗ്യവാന്മാർ നമ്മെ കൊണ്ടുപോകുന്നത് അങ്ങോട്ടാണ്. എൻ്റെ നബി പറഞ്ഞതും അല്ല, എൻ്റെ അല്ലാഹ് പറഞ്ഞതും അല്ല. ആദ്യം ഇവരെ കേൾക്കുന്നത് നിർത്തൂ. ഞാൻ എൻ്റെ നബിയുടെ ഉപദേശം പറയുന്നു. ഏത് ആളും ഏത് പുരുഷനും സ്ത്രീയും ചെയ്യാവുന്നതാണ്. ചെറിയവൻ, വലിയവൻ, വയോധികൻ, യുവാവ്, യാ റസൂലുള്ളാഹ്, എൻ്റെ സമ്പാദ്യം വർദ്ധിക്കണം. നിങ്ങൾ എന്താണ് പറഞ്ഞത്? അർദ്മാൽ തഹാറ യൂസി അലൈക് റിസ്ക്. വുദുവോടെ ഇരിക്കൂ, നിന്റെ സമ്പാദ്യം വർദ്ധിക്കും. എൻ്റെ നബി ഒരുപാട് നീളമുള്ള തസ്ബീഹ് പറഞ്ഞിട്ടില്ല. 1000 പ്രാവശ്യം വായിക്കൂ, 1000 പ്രാവശ്യം വായിക്കൂ. ചാറ്റ് വായിക്കൂ. ഇവയെല്ലാം ദുഷ്ടമായ സമ്പാദ്യ മാർഗങ്ങളാണ്. ഇവർ പണം സമ്പാദിക്കുന്നു. ഇവരോട് നമ്മേക്കാൾ കൂടുതൽ പണം ഉണ്ടാകും. ഇല്ല, ഈ വട്ടത്തിൽ പെടരുത് എന്ന് ജാദു ആയി, സായം ആയി എന്ന് പറയരുത്. സഹോദര, എവിടെയാണ് സായം? എവിടെയാണ് ജാദു? ഇത്രയും ജാദുകാർ എവിടെ നിന്നാണ് പിറന്നത്? ഓരോ സമയത്തും ആരെയോ കുറ്റം പറയുന്നുണ്ട്. നിങ്ങളെ നശിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നവരൊക്കെ തട്ടിപ്പുകാരാണ്. ജാദു ആയി, അതിന് ജാദുവിന്റെ പ്രവർത്തനം ചെയ്യണം. പാത്രം അടുപ്പിൽ വെക്കണം, എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ഭൂമിയിൽ അടയ്ക്കണം. ഇവരൊക്കെ വഞ്ചകരാണ്. നിങ്ങൾ ഇവരുടെ പിന്നാലെ പോകുന്നവരും മൂഢന്മാരാണ്. എൻ്റെ നബിയുടെ വസീഫ കേൾക്കൂ. ഭൂമി ശുദ്ധമാണ്, അവിടുന്ന് റിസ്ക് ലഭിക്കും. നീ വുദൂവിൽ തുടരുക, നിന്റെ റിസ്ക് വർദ്ധിക്കും. ഒരു വസീഫ് കൂടി ഞാൻ പറയുന്നു. എൻ്റെ നബി പറഞ്ഞു, നിങ്ങൾക്ക് തന്നെ പറഞ്ഞു. വുദൂവിൽ തുടരുന്നതിനെ കുറിച്ച് ഒരു സഹാബി ചോദിച്ചപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ റിസ്ക് വർദ്ധിക്കണമെന്നാണ്. അതിനാൽ നിങ്ങൾ പറഞ്ഞു, വുദൂവിൽ തുടരൂ, റിസ്ക് വർദ്ധിക്കും. വുദൂവിൽ തുടരുന്നതിൻ്റെ മറ്റു ചില ഗുണങ്ങളും ഞാൻ പറയാം. ഒരു ദിവസം ശൈതാൻ നമ്മുടെ നബിയുടെ സന്നിധിയിൽ എത്തി. നബി ചോദിച്ചു, എത്ര ശത്രുക്കളാണ് നിനക്ക് ഉണ്ടെന്ന് പറയൂ. അവൻ പറഞ്ഞു, 15. അതിനാൽ നബി ചോദിച്ചു, ആരൊക്കെയാണ് അവർ? ആദ്യം നീയാണോ? എൻ്റെ ആദ്യത്തെ ശത്രു നീയാണോ എന്ന് അവൻ പറഞ്ഞു. പിന്നെ അവൻ പട്ടിക പറഞ്ഞു തുടങ്ങി. കഥ നീളുകയാണ്. പിന്നെ അവൻ പറഞ്ഞു, അവ ശുദ്ധമായ പുരുഷന്മാരും സ്ത്രീകളും എപ്പോഴും വുദൂവിൽ, അബ്ലൂഷനിൽ കഴിയുന്നവരാണ് എൻ്റെ വലിയ ശത്രുക്കൾ. അവരിൽ നിന്ന് എനിക്ക് ഭയം തോന്നുന്നില്ല. വുദൂവിൽ കിടന്നുറങ്ങുകയാണെങ്കിൽ മരണം വന്നാൽ അത് ഷഹീദിന്റെ മരണമാകും. വുദൂവിൽ കിടന്നുറങ്ങൂ, ഒരു ദൂതൻ നിനക്കായി പ്രാർത്ഥിക്കും. വുദൂവിൽ കിടന്നുറങ്ങൂ, ശൈതാൻ ഭയന്ന് പിന്മാറും. ഞാൻ ഒരു കാര്യം പറയുന്നു, അത് എൻ്റെ നബി തന്നെയാണ് പറഞ്ഞത്. ആരെങ്കിലും തൻ്റെ ആയുസ് ദീർഘമാകാനും സമ്പത്ത് വർദ്ധിക്കാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തൻ്റെ മാതാപിതാക്കളുടെ സേവനം ചെയ്യണം.